ഹെറോയിൻ കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ വ്യക്തിക്ക് വിചാരണക്കോടതി ശിക്ഷ വിധിച്ചു. കുറ്റാരോപിതൻ NDPS നിയമപ്രകാരമുള്ള തന്റെ ശിക്ഷാവിധിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയുണ്ടായി. NDPS നിയമത്തിലെ 42-ാം വകുപ്പ് പ്രകാരം എക്സൈസിന് പ്രവേശനത്തിനും തിരച്ചിൽ നടത്തുന്നതിനും പിടിച്ചെടുക്കുന്നതിനും വാറണ്ടോ അനുമതിയോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരത്തെപ്പറ്റി കോടതി വിലയിരുത്തുകയുണ്ടായി. NDPS നിയമത്തിലെ 42-ാം വകുപ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനെയും രണ്ടാമത്തേത് തിരച്ചിൽ നടത്തുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നതാണ്. ഒരു അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഇടയിലുള്ള ഏതെങ്കിലും സമയത്ത് കാരണം വെളിപ്പെടുത്താതെ തന്നെ കുറ്റക്കാരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതും തിരച്ചിൽ നടത്താവുന്നതുമാണ്. ഒരു അടഞ്ഞ ഏതെങ്കിലും കെട്ടിടത്തിലാണ് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനുമിടയിൽ വാറണ്ടില്ലാതെ അല്ലെങ്കിൽ വേണ്ട അനുമതിയില്ലാതെ തിരച്ചിൽ നടത്തേണ്ടതെങ്കിൽ നിശ്ചയമായും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്നുള്ളത് കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തേണ്ടതും കുറ്റാരോപിതന് പ്രസ്തുത വസ്തു ഒളിപ്പിക്കാനുള്ള സാഹചര്യം നിശ്ചയമായും ലഭിക്കുമെന്നും അതല്ലെങ്കിൽ കുറ്റാരോപിതന് ആ സമയം നിശ്ചയമായും രക്ഷപ്പെടാൻ സാഹചര്യമുണ്ടെന്നും വിശ്വസിക്കുന്ന പക്ഷം അത്തരം തിരച്ചിൽ നടത്താവുന്നതുമാണ്. NDPS നിയമത്തിന്റെ 42-ാം വകുപ്പിന്റെ 1ഉം 2ഉം ഉപവകുപ്പുകൾ പ്രകാരം ഒരു കേസിൽ തിരച്ചിൽ നടത്തുന്നതിനും പിടിച്ചെടുക്കുന്നതിനും മുൻപായി കേസിനെക്കുറിച്ച് ലഭിച്ച വിവരം രേഖപ്പെടുത്തേണ്ടതും അതിന്റെ ഒരു കോപ്പി മേലുദ്യോഗസ്ഥന് അയക്കേണ്ടതുമാണ്. ഈ ഉപവകുപ്പുകളുടെ ലംഘനം അനുവദനീയമല്ല. നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന കേസുകളിൽ NDPS നിയമത്തിൽ പ്രതിപാദിക്കുന്ന നിബന്ധനകൾ കർശനമായി പാലിക്കേണ്ടതാണ്. കോടതി പരിഗണിച്ച കേസിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ തിരച്ചിൽ നടത്തിയത് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനുമിടയിലുള്ള സമയത്ത് അനുമതിയില്ലാതെ അല്ലെങ്കിൽ വാറണ്ട് ഇല്ലാതെ കൃത്യവും വ്യക്തവുമായ വിവരങ്ങളുടെ പിൻബലത്തിലല്ലാതെയാണെന്നതും നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകളുടെ ലംഘനം നടന്നതായി ബോധ്യപ്പെടുത്തുന്നതാണ്. അത് തുടർന്ന് നടക്കേണ്ട കുറ്റവിചാരണയെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ NDPS നിയമപ്രകാരം ഒരു അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും തിരച്ചിൽ നടത്താനും സാധിക്കുമെങ്കിലും അത്തരം നടപടികൾ സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനുമിടയിലുള്ള സമയത്താണെങ്കിൽ നിയമത്തിലെ 42-ാം വകുപ്പ് പ്രകാരമുള്ള വ്യവസ്ഥകൾ കർശനമായി തന്നെ പാലിക്കേണ്ടതാണ്. അതിനു വിരുദ്ധമായ പ്രവൃത്തി വിചാരണയെ ദോഷമായി ബാധിക്കുകയും തൽഫലമായി കുറ്റക്കാരനായ വ്യക്തിയുടെ മോചനത്തിനും വഴിതെളിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.